എല്ലാവർക്കും നമസ്കാരം. പലപ്പോഴും മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് നമ്മുടെ മുന്നിലെത്തുന്നത്. നിങ്ങൾക്കറിയോ എന്നറിയില്ല, പലതരത്തിലുള്ള മരണങ്ങൾ നമ്മുടെ മുന്നിൽ കാണാറുണ്ട്. എന്നാൽ പൊള്ളലേറ്റുള്ള മരണം അല്ലെങ്കിൽ പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ സ്ഥിതി നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തു നോക്കിയിട്ടുണ്ടോ? വല്ലാത്തൊരനുഭവമാണ് ചികിത്സയിൽ കഴിയുന്നവരുടെയും ചികിത്സയിൽ നിന്ന് മരണത്തിലേക്ക് പോകുന്നവരുടെയും ഒരവസ്ഥ. നമ്മുടെ പട്ടണമായ ചാലക്കുടിയിൽ കുറച്ചു വർഷങ്ങളായി അനധികൃതമായി സ്പാകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില സ്ഥാപനങ്ങളെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത്തരത്തിൽ ചാലക്കുടി സൗത്തിൽ റെഡ് ചില്ലീസ് എന്ന സ്പാ നടത്തിയിരുന്ന അനധികൃത സ്പാ നടത്തിയിരുന്ന നടത്തിപ്പുകാരൻ ആരാണ്? നടത്തിപ്പുകാരൻ ശാസ്താംകുന്ന് സ്വദേശി, പേരാമ്പ്ര വില്ലേജിൽ ശാസ്താംകുന്ന് സ്വദേശി തത്തുപാറ വീട്ടിൽ ശരത് വിഷ്ണു, 34 വയസ്സ്. അയാളാണ് ഈ റെഡ് ചില്ലീസ് എന്ന് പറയുന്ന ഈ അനധികൃത സ്പാ നടത്തിക്കൊണ്ടിരുന്നത്. ഈ അനധികൃത സ്പായിലെ മുൻ ജീവനക്കാരിയായ കൂടെ താമസിപ്പിച്ചിരുന്ന യുവതിയെ ഈ ശരത് വിഷ്ണു മദ്യം ഒഴിച്ച് പൊള്ളലേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പോലീസ് പിടിയിലായിരിക്കുന്ന വിവരമാണ് നിങ്ങളെ അറിയിക്കുന്നത്. പ്രതി ശരത് വിഷ്ണുവിനെ റിമാൻഡ് ചെയ്തെന്ന വിവരമാണ് നിങ്ങളെ അറിയിക്കുന്നത്. 1.5 വർഷമായി കൂടെ താമസിപ്പിക്കുകയും ഈ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ഈ യുവതിയെ മാനഹാനി വരുത്തും വിധം ശാരീരികമായി പീഡനങ്ങൾ നൽകുകയും ഒടുവിൽ മാർച്ച് 20-ാം തീയതി 10 മണിയോടുകൂടി വെള്ളാഞ്ചിറയിലെ വീട്ടിൽ വെച്ച് മദ്യം ഒഴിച്ച് ഈ യുവതിയെ അതിക്രൂരമായി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ തത്തുപാറ വീട്ടിൽ ശാസ്താംകുന്ന് സ്വദേശി ശരത് വിഷ്ണു 34 വയസ്സിനെ തൃശൂർ റൂറൽ SP ബി കൃഷ്ണകുമാറും സംഘവും പിടികൂടിയിരിക്കുന്ന വിവരമാണ് നിങ്ങളെ അറിയിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നഗരങ്ങളിൽ, നമ്മുടെ പട്ടണങ്ങളിൽ അനധികൃതമായ സ്പാകൾ നടത്തുന്നുണ്ട്. ഈ സ്പാകൾ ആരാണ് നടത്തുന്നത്? ഈ സ്പാകളിൽ വരുന്നവരാരാണ്? ഇതിന്റെ നടത്തിപ്പും ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? അന്വേഷിക്കപ്പെടേണ്ടതാണ്. പലപ്പോഴും ഇത്തരം സ്പാകൾക്കുള്ളിൽ രാസലഹരിയുടെ കേന്ദ്രങ്ങളാകുന്നുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്തായിരുന്നാലും ഒരു യുവതിയെ അതിക്രൂരമായി മദ്യം ഒഴിച്ച് പൊള്ളലേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ശരത് വിഷ്ണു 34 വയസ്സിനെ പിടികൂടിയിരിക്കുന്ന വിവരമാണ് നിങ്ങളെ അറിയിക്കുന്നത്. മുൻപ് മക്കളെ കാണാനായി പോകുമ്പോൾ അവിടെയെത്തി ഭീഷണിപ്പെടുത്തി തിരികെ കൊണ്ടുവരികയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തിരുന്ന പ്രതി നിലവിൽ കുട്ടികളെ കാണാൻ പോലും യുവതിയെ അനുവദിച്ചിരുന്നില്ല. തന്നെ വിട്ടുപോയാൽ കൊല്ലുമെന്നും സ്വകാര്യ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു. യുവതിയോടുള്ള സംശയത്തെ തുടർന്നുള്ള വൈരാഗ്യത്താലാണ് പ്രതി യുവതിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവത്തിൽ പരിക്കേറ്റ യുവതി ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവസ്ഥലം ഫോറൻസിക് എക്സ്പെർട്ട്, ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട് എന്നിവർ പരിശോധിച്ചു. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതിയെ നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. ശരത് വിഷ്ണു പാലക്കാട് കസബ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു കവർച്ച കേസിലും പുതുക്കാട്, ചാലക്കുടി, ഇരിഞ്ഞാലക്കുട, ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ കേസിലും ഒരു അടിപിടി കേസിലും അശ്രദ്ധമായി വാഹനം ഓടിച്ചതിൽ മറ്റൊരാൾക്ക് ഗുരുതര പരിക്കേൽക്കാൻ ഇടയായ 2 കേസിലും മദ്യലഹരിയിൽ മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനമോടിച്ച ഒരു കേസിലുമടക്കം 6 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ആളൂർ പോലീസ് സ്റ്റേഷൻ SI മനു പി ചെറിയാൻ, GSIമാരായ ജെയ്സൺ, പ്രസന്നകുമാർ, GSI മിനിമോൾ, GACPOമാരായ ജിബിൻ വർഗീസ്, ലിജോ, CPOമാരായ ഹരികൃഷ്ണൻ, വിശാഖ്, സുജിത്, ആദർശ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്.